ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ ദിനത്തിലെ നമ്മുടെ വായനഭാഗം ഉൽപ്പത്തി പുസ്തകം 44 മുതൽ 46 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി 45 അധ്യായം 15 വാക്യം. അവൻ സഹോദരന്മാരെയൊക്കെയും ചുംബിച്ചു കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അതിൻ്റെ ശേഷം സഹോദരന്മാർ അവനുമായി സല്ലാപിച്ചു. ജീവിതമാകുന്ന യാത്രക്കിടയിൽ നഷ്ടപ്പെട്ടുപോയ ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്ന അനുഭവമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിലാണ് ഈ കണ്ടുമുട്ടലുകൾ നടക്കുന്നത്. അതിനൊരു നിമിത്തമായത് കൊടും ക്ഷാമവും ആയിരുന്നു. അപ്പനായ യാക്കോബിൻ്റെയും മക്കളുടെയും പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന ദൈവിക ഇടപെടലായിരുന്നു ഈജിപ്തിൽ അവരെ കാത്തിരുന്നത്. യോസെഫ് ഒരുപക്ഷെ മരണപ്പെട്ടേക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അടിമയായി ജീവിച്ചിരിക്കാം എന്ന് കരുതിയിരുന്ന സ്ഥാനത്ത് മനുഷ്യ വിചാരങ്ങളെ തകിടം മറിക്കുന്ന ദൈവിക പ്രവർത്തനം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. മുന്നിലിരിക്കുന്ന അധികാരി ആരാണെന്നറിയാതെ അവർ പാനം ചെയ്തു, അഥവാ വിരുന്ന് കഴിച്ച് അവനോടുകൂടെ ആഹ്ലാദിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 43 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നു. ഈ സംഭവത്തിലൂടെ വിരുന്നിലൂടെ സാധ്യമാകുന്ന 2 അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമെന്നത്ര ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, വിരുന്നുകൾ ആഴപ്പെടലിൻ്റെ അനുഭവങ്ങൾ ആകണം. വിരുന്നുകൾ ആഴപ്പെടലിൻ്റെ അനുഭവങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തന്നെ ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുകയും അവർക്കുണ്ടായ കഠിനമായ പ്രതിസന്ധിയിൽ നിന്നും അവരെ കരകയറ്റുന്ന യോസെഫിനെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മേശമേൽ വിളമ്പുന്ന വിഭവങ്ങളുടെ സമൃദ്ധിയിലല്ല, മറിച്ച് ആ വിരുന്ന് ഒരുക്കുന്നതിന് പിന്നിലുള്ള ഹൃദയവിശാലതയെയാണ് നാം തിരിച്ചറിയേണ്ടത്. മാത്രവുമല്ല, തന്നെ തള്ളിപ്പറഞ്ഞവനെയും ഒറ്റപ്പെടുത്തിയവനെയും ഒറ്റുകൊടുത്തവനെയും ചേർത്ത് നിർത്തുവാനും ഒരേ മേശയെങ്കിൽ ഇരിക്കുവാനും യോസെഫ് തയ്യാറാകുന്നു. മാത്രമല്ല, അവർക്ക് പ്രായത്തിനൊത്തവണ്ണം സമ്മാനങ്ങളും ഓഹരിയും നൽകി സ്നേഹത്തോടെ കരുതുകയും ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന വിരുന്ന് ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടേതും ആണ്. പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ യോസെഫിനെ പോലെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ നമുക്കിന്ന് സാധിക്കുമോ? കരുണ പറ്റിയ ലോകത്തിൽ കരുതലിൻ്റെ കരങ്ങളാകുവാൻ നമുക്കിന്ന് കഴിയുമോ? രണ്ടാമതായിട്ട്, ദുരന്തങ്ങൾ വ്യക്തിത്വം വെളിവാകുന്ന അനുഭവങ്ങളാകണം. ക്ഷാമത്തിൻ്റെ അതികാഠിന്യത്തിലും തൻ്റെ സഹോദരന്മാർ ഉൾപ്പെടെയുള്ളവരെ വിടുവിക്കുവാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്ന ബോധ്യം യോസെഫിൻ്റെ ഒരു വിശാലമായ ദർശനമായിരുന്നു. തൻ്റെ ജീവിത ദുരന്തങ്ങളിൽ അനുഭവിച്ച മാനസിക പീഡകൾ യോസെഫിൻ്റെ ഉള്ളിലുള്ള നന്മയെ, അഥവാ ദൈവിക അംശത്തെ ശുദ്ധം ചെയ്യുകയായിരുന്നു. മാത്രമല്ല, ഈ സാഹചര്യത്തിൽ തൻ്റെ സഹോദരങ്ങളുടെ വികാരങ്ങളെ മുറിപ്പെടുത്താതെ തന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പകയുടെയോ വിദ്വേഷത്തിൻ്റെയോ ഒരംശം പോലും അവശേഷിപ്പിക്കാതെ ഉച്ചത്തിൽ കരഞ്ഞ് തൻ്റെ കണ്ണുനീരിലൂടെ എല്ലാം കഴുകിക്കളയുന്നു. ഇവിടെയും തൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വിരുന്നും തൻ്റെ സഹോദരങ്ങളോട് ഒപ്പമുള്ള നിമിഷങ്ങളുമെല്ലാം നഷ്ടപ്പെട്ട ബന്ധങ്ങളെ പുനർക്രമീകരിച്ച് അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ച് തൻ്റെ വ്യക്തിത്വം ദൈവത്തോട് ചേർന്ന് വെളിവാക്കുവാൻ യോസെഫിന് സാധിക്കുന്നു. ഈ യോസെഫ്, മിസ്രയീമ്യ ഗവർണർ, ഇന്ന് നമുക്കൊരു വെല്ലുവിളിയാണ്. പ്രിയമുള്ളവരെ, യോസെഫിൽ നാം ഇന്ന് കണ്ട ഗുണങ്ങളിൽ എത്ര എണ്ണം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുവാനായിട്ട് നമുക്ക് സാധിക്കും? ശാന്തമായി നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയോട് ചേർന്ന് ഞങ്ങളുടെ വ്യക്തിത്വങ്ങളെ വെളിവാക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ആമേൻ.